പോലീസിന് നേരെ ഒരു കടലാസ് പോലും എറിയരുതെന്ന് പഴയ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചതൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് തത്സമയ വിവരങ്ങൾക്കായി പോവുകയാണ്. അല്ലമീൻ, സലിം മാലിക് എന്നിവരുണ്ട്. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ MP-യുടെ ഒരു വിമർശനം നമ്മൾ കേട്ടതാണ്. ഇതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നു, KSU പ്രവർത്തകരെ ആക്രമിക്കുന്നു, അതിനൊക്കെയുള്ള വിമർശനമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നും ഉണ്ടാകുന്നില്ല നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്നൊരു വിമർശനം. അതിനൊക്കെയുള്ള മറുപടി ഇന്നിപ്പോൾ നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുകയാണ് അടിക്ക് തിരിച്ചടിയില്ല എന്നുള്ളതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇനി കൃത്യമായി എണ്ണി തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് മണിക്കൂറുകളോളം നീളുന്ന സംഘർഷം. അതിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കാനുള്ള ശ്രമം, ആക്രമിക്കുന്നു, ഷീൽഡ് അടിച്ചു തകർക്കുന്നു, വാഹനം തകർക്കുന്നു. ഇതൊക്കെയായിട്ടും പോലീസ് അനങ്ങാതെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ പലതവണ പിന്നീട് ലാത്തി ചാർജ്, ജലപീരങ്കി, ഇതെല്ലാമായി ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ഈ പ്രതിഷേധത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? ഈ പ്രതിഷേധം എങ്ങനെയാണ് നമുക്ക് പ്രതിഷേധത്തെ വിലയിരുത്താൻ കഴിയുക? അനുജ, കുറേ നാളുകൾക്ക് ശേഷം തലസ്ഥാന നഗരി കണ്ടതിൽ വെച്ച് വേറിട്ടൊരു പ്രതിഷേധം അതിന്ന് നടക്കുകയുണ്ടായി. പഴയ ഒരു യൂത്ത് കോൺഗ്രസിനെ അല്ല ഇന്ന് സമരരംഗത്തെ കണ്ടത്, പഴയ പോലീസിനെയുമല്ല ഇന്ന് സമരരംഗത്തെ കണ്ടത്. അങ്ങനെ തികച്ചും വേറിട്ട സമരരീതിയുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ രംഗത്തേക്ക് വരുന്നു. അതിന് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വരുന്നു. പരമാവധി പ്രവർത്തകർ പ്രകോപിപ്പിച്ചിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു പോലീസിനെ കാണുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അസാധാരണത്വം നിറഞ്ഞൊരു പ്രതിഷേധ പരിപാടിക്കാണ് ഇന്ന് ഉച്ച മുതൽ തലസ്ഥാന നഗരിയും സെക്രട്ടേറിയറ്റ് പരിസരവും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ചത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവ് ഈ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തെ നയിച്ചു വരുന്നൊരു കാഴ്ച. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗം അത് വെറുതെ പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് മാത്രമായിരുന്നില്ല. ചില മുന്നറിയിപ്പുകൾ പോലീസിനും സർക്കാരിനും CPM-നും ഒക്കെ നൽകുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. പതിവിന് വിപരീതമായ ഒരു പ്രസംഗ ശൈലിയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തത്. ഇതുവരെയും അടികൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി അടികൊള്ളാൻ തങ്ങളില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ പ്രവർത്തകർ അടികൊണ്ട് ചോര വാർന്നു കിടക്കുമ്പോൾ ആ ചോരയിൽ ചവിട്ടി തങ്ങൾക്ക് ഒരു പദവിയിലേക്കും അങ്ങനെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ പദവികളെല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുമെന്നുള്ള പ്രസ്താവന കൂടി അദ്ദേഹം നടത്തുന്നു. എന്ന് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ നടപടിയെടുത്തില്ല എങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയതിന് അവിടെ നിന്ന് തന്നെ തിരിച്ചടി തുടങ്ങും എന്നുള്ള ഒരു പ്രസ്താവനയും പ്രതിപക്ഷ നേതാവ് നടത്തുന്നു. പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് മടങ്ങുന്നു. അതിനുശേഷം പ്രവർത്തകർ സാധാരണ കാണുന്നത് പോലെ ബാരിക്കേഡ് ഭേദിക്കാനും ബാരിക്കേഡ് മറികടക്കാനും സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനും ഒക്കെ നടത്തുന്നൊരു ശ്രമമാണ് നമ്മൾ കണ്ടത്. പോലീസ് സാധാരണത്തെ പോലെ പ്രതിരോധിക്കുന്നതിന് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ അതിലൊന്നും തന്നെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനായില്ല. എന്ന് മാത്രമല്ല, വൈകാതെ തന്നെ പ്രവർത്തകർ പോലീസിന് നേരെ കയ്യിൽ കിട്ടിയതൊക്കെ ആയുധമാക്കി കമ്പും ചെരുപ്പുകളും കല്ലും പട്ടിക കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും ഒക്കെ എറിയുന്നൊരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോഴൊന്നും നിരവധി പോലീസുകാർക്ക് പരിക്ക് പറ്റുന്നു. മാത്രമല്ല, പോലീസിൻ്റെ ഷീൽഡ് പിടിച്ചു വാങ്ങി തച്ചു തകർക്കുന്നൊരു കാഴ്ച, പോലീസിൻ്റെ ലാത്തി വാങ്ങി അവരെ തന്നെ അടിക്കുന്നൊരു കാഴ്ച. അങ്ങനെ പോലീസിനെ പരമാവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിപ്പിച്ചിട്ടും പോലീസ് ഒരു തരത്തിലും പ്രതികരിക്കുകയോ പ്രകോപനം സൃഷ്ടിക്കുകയോ ചെയ്യാതെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. സാധാരണ ഇതുപോലൊരു പ്രതിഷേധത്തിൻ്റെ 1/4 ഉടലെടുത്താൽ തന്നെ പോലീസ് ഗ്രനേഡും ടിയർ ഗ്യാസുമായി പ്രതിരോധിക്കുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ളത്. പക്ഷേ നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ, അതിൻ്റെ സമാപനത്തോടടുക്കുമ്പോൾ സ്വാഭാവികമായും നവകേരള സദസ്സിൻ്റെ പൊലിമ ഇല്ലാതാക്കാൻ പ്രതിപക്ഷം കരുതിക്കൂട്ടി തന്ത്രങ്ങൾ മെനയും എന്നുള്ളത് സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. ഇക്കാണുന്ന പ്രതിഷേധവും ഇനി വരുന്ന ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ അത്തരത്തിൽ നവകേരള സദസ്സിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കമായിട്ട് സർക്കാർ മുന്നിൽ കാണുന്നു. അത്തരം നീക്കങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു സമീപനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം അത് പോലീസിന് സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അല്ലാത്ത പക്ഷം ഇതുപോലെ കയ്യും കെട്ടി ഗതികെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം പോലീസിനുണ്ടായിട്ടില്ല. ഏതായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവിടെ കാണുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ, സംസ്ഥാന ഉപാധ്യക്ഷ ഉൾപ്പെടെയുള്ള വനിതാ പ്രവർത്തകർക്ക് നേരെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നൊരു ആരോപണം, ആക്ഷേപം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നു. അവരുടെ വസ്ത്രം വലിച്ചു കീറിയെന്ന ആരോപണം ഉന്നയിക്കുന്നു. മാത്രമല്ല, ഈ പ്രതിഷേധ രംഗത്ത് നിന്ന് ചില പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാനിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തി അതിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ മോചിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുന്നു. പൂട്ടിയിട്ട വാഹനത്തിൻ്റെ ജനൽ പൊളിച്ച് ആ ജനലിന് പുറത്തൂടെ
ഈ പ്രവർത്തകനെ പുറത്തേക്ക് എടുക്കുന്ന ഒരു കാഴ്ച. എന്ന് മാത്രമല്ല, കസ്റ്റഡിയിൽ എടുക്കുന്നതിനായി ചില പ്രവർത്തകരെ പോലീസ് ഒരു കെട്ടിടത്തിനുള്ളിൽ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എത്തി കെട്ടിടം തുറന്ന് പോലീസിന്റെ പിടിയിൽ നിന്ന് ആ പ്രവർത്തകരെ മോചിപ്പിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഏതാണ്ട് 2-2.5 മണിക്കൂർ നീണ്ടത് തെരുവ് യുദ്ധ സമാനമായ ഒരു സാഹചര്യം. അതിനെ സമാപ്തി കുറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരൊക്കെയും സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് ബേക്കറി ജംഗ്ഷനിലുള്ള ഈ DCC ആസ്ഥാനത്ത് മുന്നിലേക്ക് വരികയായിരുന്നു. പ്രവർത്തകരും നേതാക്കളും DCC ഓഫീസിനകത്ത് കയറുകയും ചെയ്തു. ഇതിനിടെ ഒരു പിങ്ക് പോലീസിന്റെ വാഹനത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് തൊട്ടടുത്തുള്ള AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനായി DCC ഓഫീസിന് മുന്നിൽ കൂടി കടന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഴുവനും ആ വാഹനം തടഞ്ഞു നിർത്തി പിങ്ക് പോലീസിന്റെ വണ്ടിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തേക്കിറക്കുകയും ആ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ DCC ഓഫീസിൽ ഉണ്ടായിരിക്കെ ഒരു പോലീസ് പട DCC ഓഫീസിലേക്ക് ഇരച്ചു കയറി ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു ശ്രമം നടത്തുകയും അതിനെ പ്രതിരോധിച്ച് വീണ്ടും പ്രവർത്തകർ രംഗത്തേക്ക് വരികയും ചെയ്തതോടെ കാര്യങ്ങൾ വീണ്ടും വഷളാവുകയും വീണ്ടും സംഘർഷാന്തരീക്ഷം ഉടലെടുക്കുകയും ചെയ്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. ഇപ്പോൾ നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇടപെട്ട് സംസാരിച്ച് നിലവിൽ ഒരു ശാന്തത കൈവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും സംഘർഷാന്തരീക്ഷം ഒഴിഞ്ഞു എന്ന് പറയാനാകില്ല. കാരണം കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളോടും മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളോടും DCC ആസ്ഥാനത്തേക്ക് എത്താൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പോലീസും AR ക്യാമ്പിൽ നിന്നുൾപ്പെടെ കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് വാഹനം തകർക്കുകയും അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്ത പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പ്രവർത്തകരെ മോചിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ട് അടങ്ങൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഈ പടി കടന്ന് ഒരാളെയും തൊടാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവും പ്രഖ്യാപിച്ച് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും വലിയ ഒരു പ്രതിഷേധം, വലിയ ഒരു തെരുവ് യുദ്ധം, അതിന് നേരിയ തോതിലെങ്കിലും ഒരു പരിസമാപ്തി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എന്തും സംഭവിക്കാമെന്ന സാഹചര്യം, അതായത് ഇതുവരെ കാണാത്ത ഒരു യൂത്ത് കോൺഗ്രസിന്റെ സമരശൈലി, ഇതുവരെ കാണാത്ത പോലീസിന്റെ ഒരു സമീപനം, അതാണ് കഴിഞ്ഞ കുറേ നേരമായി നമ്മൾ കണ്ടത്. ഇപ്പോൾ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ആശയവിനിമയം നടത്തുകയാണ്, ചില ചർച്ചകൾ നടക്കുകയാണ്. ഒരു പക്ഷേ ഈ പോലീസ് ആവശ്യപ്പെടുന്ന അവർ പ്രതികളായി ചൂണ്ടിക്കാട്ടുന്ന ആളുകളെ നൽകിക്കൊണ്ടൊരു പ്രശ്നം പരിഹാരമാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല. ഒരു അറസ്റ്റിലേക്ക് ഏതായാലും പ്രതികളെ കിട്ടിയടങ്ങൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അഭിമാന പ്രശ്നമാണ്. പോലീസിന് മാനക്കേടുണ്ടാക്കിയ ഒരു സംഭവം, പൊതുമുതൽ നശിപ്പിക്കുന്നത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയ പോലീസ് FIR ഇടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെ പ്രതികളെ കന്റോൺമെന്റ് SIക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ. അല്ലമീൻ, കന്റോൺമെന്റ് SI ദിൽജിത്തിന്റെ ചുണ്ട് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള കയ്യാങ്കളിക്കിടെയാണ് അദ്ദേഹത്തിന് പരുക്കപ്പെട്ടത്. ഏതാണ്ട് 5ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ വിധത്തിൽ പരുക്ക് പറ്റി എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ മുഖാമുഖമുള്ള ഏറ്റുമുട്ടൽ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നത് അത് നേരിൽ കണ്ട ഒരു സാഹചര്യമായിരുന്നു, അത് പ്രകടമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായത്. അങ്ങനത്തെ കയ്യാങ്കളിയിൽ നിരവധി പേർക്ക്, അത് പോലീസുകാർക്കും സമരക്കാർക്കും ഉൾപ്പെടെ പരുക്ക് പറ്റുന്ന ഒരു സാഹചര്യവും കാഴ്ചയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോലീസ് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പോലീസും പ്രവർത്തകരുമൊക്കെ ചില ധാരണയുടെ അടിസ്ഥാനത്തിലാണോ, ഇനി അതെല്ലാം ഒരു പ്രശ്നമുണ്ടാകില്ല, പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല. ഏതായാലും കുറച്ചു നേരമായി കോൺഗ്രസ് നേതൃത്വവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പോലീസ് ഒരു ഭാഗത്തേക്ക് മാറുന്നു. പ്രവർത്തകരെ പൂർണ്ണമായും ഈ ഓഫീസിന് മുന്നിൽ നിന്ന് ഒഴിപ്പിക്കുകയാണ്. നേതാക്കൾ തന്നെ ഇടപെട്ട പ്രവർത്തകരെയൊക്കെ DCC ഓഫീസിനകത്തേക്ക് കയറ്റുകയാണ്. പുറത്തുനിന്ന് പ്രകോപനം സൃഷ്ടിക്കേണ്ട എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പ്രാദേശിക നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളും ഒക്കെ ഇടപെട്ട് അവരെ അകത്തേക്ക് മാറ്റുന്നു. പോലീസും ഒരു ഭാഗത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ പൂർണ്ണമായും ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞുപോയി ഒരു പ്രശ്ന സാധ്യത അത് അവസാനിപ്പിക്കുക എന്നതായിരിക്കാം ലക്ഷ്യം വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ നേരമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളും പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ പലതരത്തിലുള്ള ചർച്ചകളും ആശയവിനിമയം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നപരിഹാര ഫോർമുല ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ആ പ്രശ്നപരിഹാര ഫോർമുല എന്താണ് എന്നത് മാത്രമാണ് ഇനി അറിയാത്തത്. ഒരു പക്ഷേ ആ ഫോർമുല പോലീസിനോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കോ പുറത്ത് പരസ്യമാക്കാനും പങ്കുവയ്ക്കാനും പറ്റാത്ത തരത്തിലുള്ള ധാരണകളോ മറ്റുമൊക്കെ ആയിരിക്കാം. ഏതായിരുന്നാലും പോലീസിന് ആവശ്യം ഈ പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പ്രതികളെ മോചിപ്പിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മോചിപ്പിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്ത പോലീസ് പ്രതികളായി കാണുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. അതിനുവേണ്ടി തന്നെയാണ് അവർ DCC ആസ്ഥാനത്തേക്ക് ഇരച്ചെത്തുകയും ചെയ്തത്. പക്ഷേ വലിയ പ്രവർത്തക പങ്കാളിത്തമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ആ നടപടിയിലേക്ക് കടക്കാൻ ആയില്ല. അത് പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതെന്താണ് എന്നുള്ളത് അത് നേതൃത്വം
പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം അത് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രവർത്തകരും നേതാക്കളും പുറത്ത് തമ്പടിച്ചിരുന്ന പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോൾ DCC ഓഫീസിനകത്തേക്ക് കയറുകയാണ്, അതിനകത്തേക്ക് മടങ്ങുകയാണ്. പോലീസും ഒരു ഭാഗത്തേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അറസ്റ്റ് നടപടികളിൽ ഉൾപ്പെടെ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ധാരണ, അതായത് രണ്ട് പ്രവർത്തകരെ നമുക്ക് മനസ്സിലാക്കാനാകുന്നതാണ്. രണ്ട് പ്രവർത്തകരെ വാൻഡ്രോസ് ജംഗ്ഷനിൽ നിന്ന് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ പിങ്ക് വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്നു. AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനായി വരുന്ന വഴിക്ക് വെച്ചാണ് DCC ഓഫീസിന് മുന്നിൽ വെച്ച് ആ വാഹനം തടഞ്ഞു നിർത്തി ആ പ്രവർത്തകരെ മോചിപ്പിക്കുകയും ആ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത്. ആ പ്രവർത്തകരെ കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അതായത് വാൻഡ്രോസ് ജംഗ്ഷനിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന രണ്ട് പ്രവർത്തകരും ഒപ്പം ആ പോലീസിന്റെ പിങ്ക് വാഹനം അടിച്ചു തകർത്ത ഒരു പ്രവർത്തകൻ, അങ്ങനെ 3 പേരെ കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് പോലീസിന്റെ നിർബന്ധം. അതിന് നേതൃത്വം വഴങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ആ പ്രവർത്തകരെ പോലീസിന് കൈമാറാൻ ഒരു ധാരണയായിരിക്കുന്നു എന്നുള്ളൊരു സൂചന, അത് സ്ഥിരീകരണമില്ല. അത്തരമൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കാതെ പോലീസ് പിന്തിരിയും, പ്രവർത്തകരും പ്രകോപനമുണ്ടാക്കാതെ പോകും.